നമസ്കാരം. അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാനലിഞ്ഞു എന്ന മാടമ്പി എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഗാനം ഒരു മലയാളിക്കും ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് അമ്മമാർ ഇവിടെ പറയുന്ന വേളയിൽ പല മക്കളുടെയും മനസ്സിൽ ഓടിയെത്തും ഈ അനശ്വരമായ ഗാനം. ഈ ഗാനം നമുക്കായി സമ്മാനിച്ച എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരിയും ഇന്ന് നമ്മോടൊപ്പമില്ല. മോഹൻലാൽ നായകനായി അഭിനയിച്ച മാടമ്പിയിലെ ഈ ഗാനം തന്നെയാണ് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട അമ്മ ശാന്തകുമാരി വിടവാങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. തീർച്ചയായും ലാലേട്ടൻ്റെ മനസ്സിലേക്കും ഈ പാട്ട് ഓടിയെത്തി കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളിൽ എത്രയോ ഹിറ്റ് ഗാനങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ആർദ്രമായ ഗാനങ്ങളിലൊന്നാണ് ഇത്. ഇതിന് സംഗീതം പകർന്നിരിക്കുന്നത് എം ജയചന്ദ്രനാണ്. ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിലെ ആർദ്രതയും ആഴവുമൊക്കെ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഗാനം. എത്രയോ പ്രമുഖരുടെ മാതാപിതാക്കൾ മരിക്കുന്നുണ്ട് എങ്കിൽ പോലും മോഹൻലാലിൻ്റെ അമ്മ എന്ന നിലയിൽ മാത്രമല്ല ശാന്തകുമാരി ശ്രദ്ധിക്കപ്പെട്ടത്. മകൻ്റെ കൂട്ടുകാരുടെ എല്ലാവരുടെയും അമ്മയായിരുന്നു അവർ. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം നാടായ പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവിനോടൊപ്പം താമസം ആരംഭിച്ച് മോഹൻലാൽ, പ്യാരിലാൽ എന്നീ രണ്ട് മക്കളുടെ അമ്മയായി തിരുവനന്തപുരത്തുകാരിയായി ജീവിക്കുമ്പോഴും എല്ലാ കാലത്തും അമ്മ ഒരു തികഞ്ഞ നാട്ടുമ്പുറത്തുകാരിയായിരുന്നു എന്നാണ് എപ്പോഴും മോഹൻലാലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും പറയാറുള്ളത്. വീട്ടിൽ ആര് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുത്ത് വിടണമെന്ന് നിർബന്ധക്കാരിയായ, ഭർത്താവിനെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന ആളുകൾ നാട്ടിൽ നിന്നൊക്കെ എത്തുമ്പോൾ അവർക്കെല്ലാം അന്നത്തെ ആശ്രയം ഈ അമ്മ തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മോഹൻലാലിൻ്റെ ജീവിതത്തിൽ വലിയ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തിയ വ്യക്തി തന്നെയായിരുന്നു അമ്മ ശാന്തകുമാരി. അത് എല്ലാ സുഹൃത്തുക്കളും ഒരേപോലെ പറയുന്നൊരു കാര്യമാണ്. ആ അമ്മ എന്നും സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നിയമവകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഭർത്താവ് വിശ്വനാഥൻ നായർ, അദ്ദേഹത്തിന് പിന്നീടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ നിര്യാണം, മൂത്ത മകനായ പ്യാരിലാലിൻ്റെ അകാല നിര്യാണം, ഇവയൊക്കെ ഒരുപക്ഷെ ആ മനസ്സിനെ വല്ലാതെ തളർത്തി കാണും എങ്കിൽ പോലും മോഹൻലാൽ എന്ന മകൻ അമ്മയെ എങ്ങനെ പരിചരിച്ചു എന്നുള്ളത് നമ്മുടെ ഓരോ മക്കളും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും അച്ഛനമ്മമാർ വയസ്സായാൽ അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിച്ചാൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുന്നതാണ് പലപ്പോഴും പതിവ്. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ ഇത് വലിയ അസാധ്യമായൊരു കാര്യം തന്നെയാണ്. പക്ഷേ മോഹൻലാൽ എന്ന മിനിറ്റുകൾക്ക് പോലും ലക്ഷങ്ങളുടെ വിലയുള്ള വമ്പൻ താരം ഓരോ ദിവസവും 24 മണിക്കൂറും താൻ എവിടെയാണെങ്കിലും തൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹം. അമ്മയുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ, അമ്മയ്ക്ക് മരുന്ന് കഴിച്ചു, അമ്മയുടെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ തന്നെ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. അച്ഛനമ്മമാരെ മക്കൾ എങ്ങനെയാണ് പ്രായമായാൽ അവരെ സംരക്ഷിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി മോഹൻലാൽ നമുക്കിതിലൂടെ കാട്ടിത്തരുന്നു. കാരണം ഇത്രയും തിരക്കുള്ള ഒരു സിനിമാ നടൻ, ഇത്രയും ഭാഷകളിൽ ഓടി നടന്ന് അഭിനയിക്കുന്ന ഒരു നടൻ തൻ്റെ അമ്മയുടെ കാര്യത്തിൽ എത്ര കൃത്യമായി, അവരെ നോക്കാൻ ആളുകളുണ്ടായിരുന്നെങ്കിൽ പോലും സമയം കിട്ടുമ്പോഴെല്ലാം അമ്മയുടെ അടുത്ത് ഓടിയെത്തി അമ്മയുടെ കാര്യങ്ങൾ തിരക്കാൻ അദ്ദേഹം കാട്ടിയിരുന്ന ആ ഒരു ഉത്സാഹം, അത് ലോകത്തെ എല്ലാ മക്കൾക്കും മാതൃകയായി മാറേണ്ടതാണ്. മോഹൻലാലിൻ്റെ അമ്മ മരിച്ചതിന് പിന്നാലെ പലരും നടത്തിയ അനുസ്മരണങ്ങൾ പറഞ്ഞൊരു കാര്യം, ആദ്യമായി അമ്മയ്ക്ക് സുഖമില്ലാതായി അമൃത ആശുപത്രി കഴിയുന്ന സമയത്ത് മോഹൻലാൽ ആ ആശുപത്രിയിൽ തന്നെയാണ് കഴിഞ്ഞത് എന്നാണ്. അദ്ദേഹം അവിടെ നിന്നാണ് രാവിലെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഷൂട്ടിങ്ങിന് പോകുമായിരുന്നത് എന്നാണ്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ആ അമ്മ എന്തുമാത്രം മോഹൻലാൽ എന്ന നടനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സ്വാധീനിച്ചിരുന്നുവെന്നും, മോഹൻലാൽ എല്ലാവരോടും ഇങ്ങനെ തമാശയോടു കൂടിയും വളരെ സ്നേഹത്തോടും കൂടിയും ഒക്കെ തന്നെ ഇടപഴകുന്നതിൻ്റെയൊക്കെ പിന്നിൽ അമ്മയുടെ ജീനുകൾ തന്നെയായിരുന്നു എന്നാണ് പലരും പറയുന്നത്. അസാമാന്യമായ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളായിരുന്നു അമ്മ എന്നാണ് പലരും പറയുന്നത്. മോഹൻലാലിൻ്റെ ജീവിതത്തിലുണ്ടായ നല്ല കാലത്തും മോശക്കാലത്തുമൊക്കെ തന്നെ അമ്മയുടെ പിന്തുണ എന്നും അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, സുകുമാർ അഴീക്കോടുമായി മോഹൻലാൽ ഒരു കാലത്ത് നടത്തിയ ചില തർക്കങ്ങൾ, മോഹൻലാൽ നടത്തിയ ചില പദപ്രയോഗങ്ങൾ, ഇതൊക്കെ തന്നെ സുകുമാർ അഴീക്കോടിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിന് നിയമ നടപടി സ്വീകരിക്കുന്ന ഘട്ടം വരെ എത്തിയപ്പോഴേക്ക് തന്നെ അമ്മയാണ് അക്കാര്യത്തിൽ ഇടപെട്ട് സുകുമാർ അഴീക്കോടുമായി ഫോണിൽ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പാക്കിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു മകൻ്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധ പുലർത്തിയിരുന്നു ആ അമ്മ എന്ന് നമുക്ക് നോക്കാം. ശാന്തകുമാരി അമ്മ ഒരു വീട്ടമ്മ മാത്രമായിരുന്നു. സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ഒരു അസാമാന്യ പ്രതിഭയ്ക്ക് മുന്നിൽ പോലും അവർ വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ചതുകൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹം പിന്നീട് കൂടുതൽ നിയമ നടപടികളിലേക്കൊന്നും പോകാതെ മോഹൻലാലിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഏതായാലും ഇത്തരത്തിലുള്ള അമ്മമാർ ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അപൂർവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവിടെയാണ് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഇത്തരത്തിലുള്ള അമ്മമാരെ സംരക്ഷിക്കുന്ന മക്കളും നമ്മുടെ ഈ ലോകത്ത് ഇപ്പോഴും സജീവമായിട്ടുണ്ട് എന്നും അവർ എത്ര തിരക്കുള്ളവരാണെങ്കിലും അമ്മയുടെ കാര്യം അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യമൊക്കെ തന്നെ കൃത്യമായി നോക്കുകയും അന്വേഷിക്കുകയും അതിലിടപെടുകയും ഒക്കെ ചെയ്യുന്നു എന്നും മോഹൻലാലും
മികച്ച ഉദാഹരണമായി മാറുകയാണ്. മോഹൻലാലിൻ്റെ അമ്മ മരിക്കുമ്പോൾ അവർക്ക് 90 വയസ്സാണ് പ്രായം. ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 90 വയസ്സെന്ന് പറഞ്ഞത് ഒരു വിട പറയാനുള്ള പ്രായം തന്നെയാണ്. എങ്കിൽ പോലും അവർ ബാക്കിയാക്കി പോകുന്നത് സ്നേഹത്തിൻ്റെ വലിയൊരു സാഗരമാണ്. തൻ്റെ മകനെയും ഒപ്പം മകന് ചുറ്റുമുള്ള ലോകത്തെ എല്ലാവരെയും ഒരുപോലെ കണ്ട് സമഭാവനയോടെ കണ്ട് സ്നേഹത്തോടെ പെരുമാറിയ ഒരമ്മ വിടവാങ്ങുമ്പോൾ അവർക്ക് നൽകുന്ന ഏറ്റവും നല്ല യാത്രയപ്പ് തന്നെയാണ് കേരളം ഇപ്പോൾ അവർക്ക് നൽകുന്നത്.